99-ലെ വെള്ളപ്പൊക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924-നെയും 1999-നെയും കണക്കാക്കി പറയുന്നതാണ് പഴയ കാലത്തെ. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷം 1999-ലെ വിജയം ആഘോഷിച്ചുകൊണ്ട് UDF സുനാമിയിലേക്ക് കടന്നിരിക്കുകയാണ്. UDF സുനാമിയിലേക്ക് കടക്കുമ്പോൾ അതിമധുരമുള്ള ഒരുപാട് വോട്ട് ആളുകൾ ജയിച്ചു കയറുന്നു. കുലംകുത്തികളെന്ന് പറഞ്ഞ് വലിയ കുഴപ്പം കാണിച്ച് കുലംകുത്തിയെന്നും പരനാറി എന്ന് പറഞ്ഞ് പാർട്ടിയിൽ ക്രിമിനലിസം ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിയിൽ പുറത്തുപോയി അത് ചോദ്യം ചെയ്തതിന് എതിരെ ഒരു പരനാറി പരമചെറ്റ എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ സുധാകരൻ അമ്പലപ്പുഴയിൽ വലിയ വോട്ടിന് ജയിച്ചിരിക്കുന്നു. തോമസ് ഐസക്കൊക്കെ ഇനി എന്തെടുത്ത് വെച്ച് വിളമ്പും നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ നല്ല കൗതുകമുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനല്ല, മധുസൂദനൻ തന്നെ ജയിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടിനാണ് മധുസൂദനൻ അവിടെ ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിനാണ്. മാർക്സിസ്റ്റ് കോട്ടയാണ്, വേറൊരു ന്യായമില്ല. അവിടെ യഥാർത്ഥ കൊലംകുത്തി പിണറായി വിജയൻ സംഘമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ മധുസൂദനൻ ഉൾപ്പെടെയുള്ള കൊലംകുത്തികളെ വീട്ടിലിരുത്തിയെന്ന് മാത്രമല്ല, ജനങ്ങൾ പാർട്ടിയെ തിരുത്തണം, പാർട്ടി തെറ്റ് ചെയ്താലെന്നുള്ള പുസ്തകവുമായി വന്ന കുഞ്ഞകൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തിയിരിക്കുകയാണ്. അത് വളരെ വലിയൊരിതാണ്. അതുപോലെ തന്നെ സുകന്യ എന്ന് പറയുന്ന വനിതയ്ക്ക് സീറ്റ് കൊടുക്കാതെ സ്വന്തം ഭാര്യയെ സീറ്റ് കൊടുത്ത് സ്വന്തം ഭാര്യയെ മന്ത്രിയാക്കാൻ ഗോവിന്ദൻ കളിച്ചൊരു കളി, PK ശ്യാമളയ്ക്ക് വേണ്ടി കളിച്ച കളിയിൽ ഒരു TK ഗോവിന്ദൻ പുറത്തുപോയി. സ്വജനപക്ഷപാതവും ബന്ധുത്വവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുറത്തുപോയ TK ഗോവിന്ദൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയത്തിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും ജയിക്കും. അപ്പോൾ പയ്യന്നൂരും താളിപ്പറമ്പിലെയും വിജയമെന്ന് പറയുന്നത് CPM-ലെ സഖാക്കളായിട്ടുള്ള യഥാർത്ഥ സഖാക്കളും കോൺഗ്രസ്സുകാരും കൂടി ചേർന്ന് CPM-നെ തിരുത്തിയിരിക്കുകയാണ്. മനോഹരമാണ് ആ തീരുമാനം. അതുപോലെ തന്നെ പാർട്ടിയിൽ ക്രിമിനലിസം ഉണ്ടെന്ന് പറഞ്ഞ അമ്പലപ്പുഴയിലെ സുധാകരൻ്റെ പ്രസ്താവന മുഖവിലക്കെടുത്തുകൊണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ആലപ്പുഴയിലെയും കയ്യൂരിലെ കരിവെള്ളൂർ പോലെ പുന്നപ്രയിലെയും വയലാറിലെയും അമ്പലപ്പുഴയിലെയും കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയെ തിരുത്തിയിരിക്കുകയാണ്. ഇനി ചിത്തരഞ്ജനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ എന്ത് പറയും? അവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞത് എന്ത് പറയാനുണ്ട്? അതുപോലെ ധർമ്മടത്ത് 50,000 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഇപ്പോൾ 7 റൗണ്ട് എണ്ണിയപ്പോൾ അബ്ദുൾ റഷീദാണ് മുന്നിൽ. ഇനിയിപ്പോൾ പിണറായി ജയിച്ചാലും ഒരു കാര്യമില്ല, പാർട്ടി തിരുത്തിയിരിക്കുകയാണ്. പാർട്ടിയെ തിരുത്തിക്കാൻ ജനങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ മനോഹരമായ അട്ടിമറികളാണ് നടന്നിരിക്കുന്നത്. ഈ അട്ടിമറികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ നടന്ന അട്ടിമറി ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തിയിരിക്കുകയാണ്. വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞവരെ എല്ലാം പറഞ്ഞിരിക്കണം, നിങ്ങൾ വീട്ടിൽ ഇരിക്കൂ. കടക്ക് പുറത്തെന്ന് പറഞ്ഞ ആളുകളെ കടക്ക് പുറത്തെന്ന് തന്നെ അതേ അർത്ഥത്തിൽ തന്നെ ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി മേലാൽ സെക്രട്ടേറിയറ്റിൽ കയറിപ്പോവരുത്. ഒരു പ്രാവശ്യം അധികാരം തന്നു, അപ്പോൾ കോവിഡും പ്രളയവും ഉണ്ടായപ്പോൾ ഞങ്ങളുടെ രക്ഷകനായിട്ട് നിങ്ങൾ വന്നു. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ വരട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അഹങ്കാരത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും അഴിമതിയുടെയും ഗൂണ്ടായുസത്തിൻ്റെയും തോന്നിയവാസത്തിൻ്റെയും ഒക്കെ ഒരു പക്ഷപാതിത്വത്തിൻ്റെയൊക്കെ പറുദീസയായി മാറി. എന്ത് ഗുണ്ടായുസവും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ നിങ്ങളെ ചെവിക്ക് പിടിച്ച് കുത്തിത്തിരികി മാറ്റിവെച്ചു. നിങ്ങൾ മാറി നിൽക്കൂ, വീട്ടിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ അദ്ദേഹം രാജാവായി, ചോദിക്കൂ എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ പിണറായി വീട്ടിലുമായി. എന്തൊരു രസകരമാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു സംരക്ഷണം അവിടെ നടന്നിരിക്കും. ഞാൻ ആദ്യം മുതൽ തുടക്കം മുതൽ സുഭാഷിതൻ ചാനൽ എടുത്തിട്ടുള്ള നിലപാട് വികസനവും തമ്മിലുള്ള മത്സരമല്ല. UDF വയ്ക്കുന്ന വികസനവും LDF വയ്ക്കുന്ന വികസനവും NDA വയ്ക്കുന്ന വികസനവും തമ്മിലല്ല കേരളത്തിൽ മത്സരം. വികസിത കേരളമല്ല ചർച്ച ചെയ്യുന്നത്, ജനാധിപത്യ കേരളമാണെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിരുന്നു, പല വീഡിയോകൾ പറഞ്ഞിരുന്നു. കേരളത്തിൽ ജനാധിപത്യമാണ് വിജയിച്ചിരിക്കുന്നത്. സ്വജനപക്ഷപാതം, ഈ പറഞ്ഞ അഴിമതി, പിന്നെ ഗൂണ്ടായിസം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്രിമിനലിസം, പാർട്ടി രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റൽ, രക്തസാക്ഷികളാക്കിയവരെ കേസിന് സഹായിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ അവരെ കേസിൽ നിന്ന് അഭിമന്യു കേസൊക്കെ എന്ത് കൃത്യമാണ്. വഞ്ചിയൂർ വിഷ്ണുവിൻ്റെ കേസൊക്കെ വളരെ കൃത്യമല്ലേ? അപ്പോൾ അത്തരം കേസുകളിൽ പ്രതിയായിട്ടുള്ളവരെ രക്ഷിക്കാനുള്ള സമീപനമെടുക്കുക. അങ്ങനെ കോർപ്പറേറ്റിൻ്റെ അങ്ങേയറ്റ രൂപത്തിലുള്ള പിന്തിരിപ്പനായിട്ടുള്ളൊരു ഭരണാധികാരിയുടെ വലിയ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാർ ചക്രവർത്തിയും മുസോളിനിയും ഹിറ്റ്ലറും സ്റ്റാലിനും അടക്കമുള്ള കിംജും അടക്കമുള്ള ലോക നേതാക്കളുണ്ട്. അവരെല്ലാം ഇതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട്. പാർട്ടിക്കകത്ത് ജനാധിപത്യം ചോദ്യം ചെയ്തതിനാണ്
TP ചന്ദ്രശേഖരൻ നിന്ന് 51 പേരെ വെട്ടി 51 വെട്ടി ചന്ദ്രശേഖരനെ കൊന്നത്. പാർട്ടിക്കകത്തൊരു ബദൽ രേഖ അവതരിപ്പിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് MV രാഘവനെ പുറത്താക്കിയത്. മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം പാർട്ടിക്കകത്ത് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് KR ഗൗരിയമ്മയെ പുറത്താക്കിയത്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ല. ഞങ്ങൾ ഇവിടെ MB രാജേഷ് ഇന്നൊരു പ്രസ്താവന നടത്തി, തോറ്റ അമ്പെ നിൽക്കുമ്പോഴും പറയുകയാണ് ഞങ്ങൾ വനവാസത്തിനൊന്നും പോകില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ കാണുമോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റല്ല മനുഷ്യ, നിങ്ങൾ കമ്മ്യൂണിസത്തെ തിന്ന് ജീവിച്ചവരാണ്, വിറ്റ് ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ചെവിക്ക് പിടിച്ചത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 3ാം ഭരണവും നിങ്ങൾക്ക് തന്നെ തരുമായിരുന്നു. നിങ്ങൾ കമ്മ്യൂണിസത്തിൽ നിന്നും മാർക്സിസത്തിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ച് തോന്നിയവാസത്തിലെയും സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലും ഗൂണ്ടായുസത്തിലും ജനാധിപത്യ വിരുദ്ധതയിലേക്ക് പോയപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതായി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കൃത്യമായി ജനങ്ങൾ പിടിക്കേണ്ട സമയത്ത് പിടിച്ചു. അവർക്ക് ആകപ്പാടെ പിടിക്കാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പിടിക്കും. കോൺഗ്രസിൻ്റെ മേന്മ കണ്ടിട്ടോ UDFൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല. നിങ്ങളുടെ സ്വജനപക്ഷപാതവും അഴിമതിയും ഈ ഗൂണ്ടായുസവും പാർട്ടി പരിപാടി ഇതെല്ലാം കണ്ട് ഈ രക്തസാക്ഷി പണ്ട് വെട്ടിപ്പും എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നവർ, അത് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്താൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും. പാർട്ടിക്കകത്ത് ആരെങ്കിലും ചോദ്യം കഴിഞ്ഞാൽ പാർട്ടിക്കാരെ പുറത്താക്കി കൊലം കുത്തിയെന്നും പരനാറിയെന്നും പരമജറ്റ് എന്നും നികൃഷ്ടജീവി എന്നൊക്കെ വിളിച്ച് വളരെ വലിയ ഗൂണ്ടായുസം കാണിക്കും. അതിന് കിട്ടിയിട്ടുള്ള നല്ല രസകരമായ തല്ലാണ്. എന്തായാലും പാർട്ടിയെ ചോദ്യം ചെയ്ത് പാർട്ടിയെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോയ 3 പേരും മനോഹരമായി ജയിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. 3 പേരും ജയിച്ചിരിക്കുകയാണ്. സുധാകരൻ അമ്പലപ്പുഴയിലും അതുപോലെ TK ഗോവിന്ദൻ തളിപ്പറമ്പിലും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും ജയത്തിലേക്ക് നീങ്ങുന്നു. V കുഞ്ഞികൃഷ്ണൻ ജയിച്ചു കഴിഞ്ഞു. എത്ര മനോഹരമാണ്. അതുകൊണ്ട് തന്നെ പിണറായിയിൽ ഇനി പിണറായി വിജയൻ ജയിച്ചിട്ടും ഒരു കാര്യമില്ല. 10-12,000 വോട്ട് ഇപ്പോൾ കൂടിയെന്ന് പറയുന്നു. ഒരു കാര്യമില്ല. 50,000 വോട്ട് കിടന്ന സ്ഥലത്ത് അവിടെ അത് 7 റൗണ്ടിലാണ് അബ്ദുൾ റഷീദ് പിണറായി വിജയനെ പിടിച്ചു നിർത്തിയത്. ഇനി അദ്ദേഹം ജയിച്ചാലും അടുത്ത നിമിഷം അങ്ങ് രാജിവെച്ചേക്കുകയാണ് നല്ലത്. എന്തിനിങ്ങനെ ജയിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും വളരെ കൃത്യമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് 100 സീറ്റിന് കിട്ടുമെന്ന് VD സതീശൻ പറഞ്ഞത് 100 സീറ്റിലേക്ക് തന്നെ പോകുന്നു. 12-ലധികം 1 ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞത് 15ഓളം മന്ത്രിമാർ തോൽക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ബിഗ് സീറോ ആകുന്നു, വട്ടപൂജ്യമാകുന്നു, വാട്ടർലൂ ആകുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് നാളെ ഇതിൻ്റെ വിശകലനങ്ങൾ പുറത്തു വരുമ്പോൾ ചെയ്യാം. കേരള കോൺഗ്രസ് ജോസഫ് സാറ് മാറിയതിനു ശേഷം അദ്ദേഹം സജീവമായി പാർലമെൻറ്റ് രംഗത്ത് മാറുമ്പോഴും 7 പേരെ ജയിപ്പിച്ചെടുത്ത് പാർട്ടിയെ ശക്തമാക്കിയിട്ടാണ് അദ്ദേഹം ഒന്ന് സൈലൻ്റായി അല്ലെങ്കിൽ പാർലമെൻറ്റ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത്. ആ പാർട്ടി ഇനി ഒരുപാട് നല്ല നേതാക്കൾ അതിനകത്തുള്ളത് കൊണ്ട് വളരെ ശക്തമായിരിക്കും. ഇനി അണികളെല്ലാം ജോസഫ് സാറിൻ്റെ കൂടെ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, പോകാനെല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ ഓരോ പാർട്ടിയും വളരെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടൊഴിയുന്നൊരു കാലമാണ് വന്നിരിക്കുന്നത്. ഇനി ചന്ദ്രശേഖർ ചോദിപ്പിച്ചതുപോലെ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ CPM-ഉം BJP-യും തമ്മിലല്ല മത്സരം, UDF-ഉം BJP-യും തമ്മിലാണ്. CPM ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് CPM പടിയിറങ്ങുന്നു. അങ്ങനെ പടിയിറക്കാനുള്ള അവസരം കിട്ടിയത് പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർക്കാണ്. അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. അത് 20 വർഷം മുമ്പ് ഞാനൊക്കെ പറഞ്ഞതാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ പോയാൽ കേരളത്തിലെ പാർട്ടിയെയും ഭരണത്തെയും എല്ലാം കൊണ്ട് കുഴിയിൽ ചാടിക്കും. ഇന്നിപ്പോൾ വളരെ വലിയ രീതിയിൽ പാർട്ടിയെയും കൊണ്ട് കുഴിയിൽ ചാടിയിരിക്കുന്നത് വലിയൊരു പ്രവൃത്തി ഭരണത്തിൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് കാലം തെളിയിക്കട്ടെ. ഭരണമില്ലെങ്കിൽ ഞങ്ങൾ വരുമെന്നൊക്കെ പറയുന്നവർ ബംഗാളിലേക്കൊന്ന് നോക്കിയാൽ നന്നായിരിക്കും, ത്രിപുരയിലേക്കൊന്ന് നോക്കിയാൽ നന്നായിരിക്കും, ബീഹാറിലെയും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലേക്കൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഒരു MLA എങ്കിലും പഞ്ചായത്ത് മെമ്പറും ഭരണവും ഒക്കെ ഉണ്ടായിരുന്ന നാടാണ്. അവിടെ അതില്ലാത്തതുകൊണ്ട് ഒരു പാർട്ടി കൊടി കെട്ടാൻ ആളില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. കേരളത്തിൽ എന്തായാലും അങ്ങനെ സംഭവിക്കില്ല, നിങ്ങൾ തിരുത്തിയാൽ.